കോഴിക്കോട് പെൺമക്കളെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ജീവനൊടുക്കിയ ദാരുണ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഐനിക്കാട് സ്വദേശിയായ സുമേഷ്, മക്കളായ ഗോപിക, ജ്യോതിക എന്നിവരാണ് മരണപ്പെട്ടത്. വീടിനടുത്തായി ട്രെയിൻ തട്ടി മരിച്ച നിലയിലായിരുന്നു സുമേഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മക്കളുടെ മൃതദേഹം വീടിനുള്ളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികൾ മരിച്ചത് ഉള്ളിൽ വിഷം ചെന്നിട്ടാണ് എന്നാണ് പ്രാഥമിക നിഗമനം. സുമേഷിന്റെ ഭാര്യ 4 വർഷം മുൻപ് കോവിഡ് ബാധയേറ്റു മരിച്ചിരുന്നു. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് സുമേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ വിവരം അറിയിക്കാൻ നാട്ടുകാർ വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. എന്നാൽ വീടിനുള്ളിൽ ഫാൻ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഉടൻ സമീപത്തുള്ള സുമേഷിന്റെ സഹോദരന്റെ വീട്ടിലെത്തി ഇവർ വിവരം അറിയിച്ചു. തുടർന്ന് വാതിൽ തുറന്ന് അകത്ത് നോക്കിയപ്പോഴാണ് പെൺകുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിദേശത്തായിരുന്ന സുമേഷ് ഭാര്യയുടെ മരണശേഷം നാട്ടിൽ തന്നെയായിരുന്നു താമസം. ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്താണ് കൊലപാതകത്തിന് കാരണമെന്ന് അറിയില്ല എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഇത്തവണ SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിനിയായിരുന്നു മകൾ ഗോപിക. അനുജത്തി ജ്യോതിക 8ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷമാണ് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയത്. കുട്ടികളുടെ മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ വ്യക്തമാകൂ എന്നാണ് പോലീസ് ഭാഷ്യം. 2 വലിയ ഷോറൂമുകളുമായി കല്യാൺ സിൽക്സ് എത്തുന്നു. കല്യാൺ സിൽക്സ്, തൊണ്ടയാട് ജംഗ്ഷൻ, മാവൂർ റോഡ്, കോഴിക്കോട്, ചിന്നക്കട, കൊല്ലം.